ചിരിയുടെ മാലപ്പടക്കത്തിന് തിരി കൊളുത്താനായിട്ട് അവരിതാ ഇങ്ങ് എത്തുകയാണ്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സുമി ചേച്ചി, മനോജ് ഏട്ടൻ ആൻഡ് അജയ് ചേട്ടൻ. പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ, മണിനീരിൻ കണവച്ച കുടമുല്ല പുതല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാടുണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വഅലൈക്കും അസ്സലാം. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഹലോ എന്റെ മിണ്ടരുത്. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്. എന്റെ പൊന്നു കല്ലു, നീ പ്രസവിച്ചിട്ട് 3 മാസമായതേ ഉള്ളൂ. നീ ഇപ്പഴേ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അരുണേട്ടൻ അങ്ങനെ പറയാം, പക്ഷെ പെറ്റതള്ളയോട് സ്നേഹമുള്ള പെമ്മക്കൾ അങ്ങനെ ചെയ്യത്തില്ല. എന്റെ അമ്മച്ചി ജോലി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. ഇന്ന് രാവിലെ വെള്ളം കോരുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അരുണേട്ടാ. അതങ്ങനെ പെൺമക്കൾ അങ്ങനെ അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ സഹിക്കത്തില്ല നമുക്ക്. അമ്മ അതുകൊണ്ടൊന്നുമല്ല, ഒരുമാതിരി സൗണ്ട് ആ കപ്പിക്കുക. അത് വെക്കുമ്പോഴത്തേക്ക് മേലങ്ങ് പെരുക്കും. എന്റെ മോളെ ഒന്നും കേൾക്കുന്നില്ല. അത് റേഞ്ച് ഇല്ലാത്തോണ്ട് എന്തോ ഞാൻ വിളിച്ചത്. മോളെ വീഡിയോ കോൾ ഒന്ന് വിളിച്ചാൽ ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണറി. പിന്നെ ഇനി 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അടുത്തോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോണ് റേഡിയോ സ്റ്റേഷനാ. പ്രഭാത പേരൊക്കെ ഉണ്ടോ? റേഡിയേഷൻ അന്ന്. റേഡിയേഷനോ? അപ്പൊ നീ വരുമ്പോ കണ്ടോളാം. അതാ അല്ല, ഞാൻ അരുണേട്ടനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു. ഈ പ്രസവ സമയത്ത് ബ്ലഡ് ആവശ്യം വന്നപ്പോ എന്തോ നിങ്ങളുടെ പെങ്ങടെ ബ്ലഡ് എന്റെ ശരീരത്തോട്ട് കുത്തിവെച്ചത് എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എടി അർജന്റ് ആയിട്ട് ബ്ലഡ് വേണോന്ന് പറഞ്ഞപ്പോ അവിടെ ഗ്രൂപ്പും നിന്റെ ഗ്രൂപ്പും സെയിം ആണ്, അന്നേരം വെച്ചല്ലേ അത്? അയ്യാ, ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ചേർന്നോണ്ടല്ലോ. അവളെന്നോട് സ്നേഹം കൊണ്ടൊന്നും ചെയ്തൊന്നും അല്ല, അവൾക്ക് ഫ്രൂട്ട് കിട്ടും, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത. ഞാൻ വീട്ടിലോട്ട് പറഞ്ഞ ഞാൻ ഈ ബ്ലഡ് ഞാൻ അവളുടെ അടുത്ത് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ മിണ്ടത്തോളൂ. എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് എന്റെ കൈയും കാലും ഇറക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? ഞാനാണോ നിങ്ങളോട് ചൂടാവുന്നത്? നിങ്ങളുടെ പെങ്ങളാ നിങ്ങളോട് ചൂടാവുന്നത്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേട്ടോ, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് തന്നെയോ എന്റെ ശരീരത്തിൽ കിടന്ന് തിളക്കുന്നത്. അപ്പൊ ചൂടാകും ഞാൻ. സോറി. പിന്നെ ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, റെഡി ആയിട്ടിരിക്കണേ. നിന്നെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാനായിട്ട്. ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട എന്റെ പൊന്നരുണേട്ടാ. എന്റെ കണ്ണിൽ കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ അമ്മച്ചി നിങ്ങളുടെ പെങ്ങടെ കുഞ്ഞിന് 2 പവന്റെ മാല കൊടുത്തു. ശരിയാ, ഞങ്ങളുടെ വീട്ടിൽ ആസ്തിയില്ല, ഞങ്ങൾ ഇച്ചിരി പുറമോട്ട് നിൽക്കുന്നവരാ വരുമാനത്തിൽ. എന്നിരുന്നാലും എന്റെ അമ്മച്ചി എവിടെ പോയി തെണ്ടിയാലും ഞാൻ 2 പവന്റെ മാലയും കൊണ്ട് ഇവിടുന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് എന്നെ വിളിക്കാൻ വരാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. മാലയൊന്നും വേണ്ട. നീ എന്തോടി പറഞ്ഞു? നിന്റെ അച്ഛനും അമ്മ എങ്ങനെയാ നിന്നെ വളർത്തുന്നതെന്നും ഇപ്പൊ ജീവിക്കുന്നതെന്നും എനിക്കറിയാം. കൂടുതൽ ഡയലോഗ് അടിക്കാൻ അരുണേട്ട വെച്ചിട്ട് പോയേ. ഞാൻ പോയി തുണി വിരിക്കട്ടെ. എന്തൊരു കാണിപ്പോ ആ മൂട് അങ്ങ് പോയി ആ റീൽ എടുക്കുന്നതിന്റെ എന്തോ ചെയ്യാനാന്ന് പറയാം. മഴയ്ക്ക് മുന്നേ ചെന്ന് മാവിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി ഒരു റീൽ എടുക്കാം. അതാകുമ്പോ ഇടയ്ക്ക് താറ് വീണാലും ഒരു ഇത് കിട്ടും. എന്തോ ചൂടാന്നോ പുറത്ത്. 5 മിനിറ്റ് ആയതേ ഉള്ളൂ തുണി നനച്ചിട്ടിട്ട്. പപ്പടം പോലെ ഉണങ്ങി, അതുപോലെ ചൂടാ. വിരിക്കണം, മടക്കണം. അയ്യോ, ഈ കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിട്ട് ഇവളിത് എങ്ങോട്ട് പോയി? എന്റെ കല്ലുവിന്റെ മോള, കല്യാണിയുടെ അമ്മൂമ്മയുടെ സുന്ദര മോള. എന്റെ സുണ്ടപ്പല്ലേ, എന്റെ സുട്ടുമണിയല്ലേ, കാലം നിന്നെ ആർക്കും ഞാൻ കൊടുക്കൂല. ഹൽവാ കണ്ണാളേ അമ്പളിക്കണ്ണാളേ, ഹൽവാ കണ്ണാളേ അമ്പളി സുന്ദരി പെണ്ണാളേ. അയ്യോ അമ്മൂമ്മ, അയ്യോ അമ്മൂമ്മ ആവോ, അമ്മൂമ്മയുടെ സുതുമാവും ആവോ. ഈ കൊച്ചിവിടെ എടി കല്യാണിയേ, എടി കല്യാണിയേ. എടി നീ ഇതവിടെ പോയി കിടക്കുവായിരുന്നു. ഞാൻ എത്ര നേരം കൊണ്ട് കുഞ്ഞു കിടന്ന് കരയുന്നു വിളിക്കുമ്പോഴത്തേക്കും കുഞ്ഞിനെ കിടന്ന് കരുത്തിട്ടാവുന്ന നീ പോട്ടെ. എവിടെ പോയി കിടക്കുവായിരുന്നു നീ? കുഞ്ഞിനെ കരയുന്ന കണ്ടില്ലോടി. മാവിന്റെ അടുപ്പ് എന്തോ കാറ്റാമേ, ഞാൻ കാറ്റ് കൊള്ളാനായിട്ട് ഇറങ്ങിയായിരുന്നു. കാറ്റ് കൊള്ളാൻ പോയതാ. നമ്മളൊക്കെ കാറ്റ് കൊള്ളാൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ അനങ്ങാൻ നിന്നാ കാറ്റ് കൊള്ളുന്നത്. ഇവിടെ കാറ്റ് കൊള്ളുന്നത് എങ്ങനെയാണെന്നറിയോ? നീ റീൽ ഉണ്ടാക്കാൻ പോയല്ലേടി മാവിന്റെ ചോട്ടില്. കുഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്ന കണ്ടില്ലോടി നീ? 3 മാസം പ്രായമുള്ള കുഞ്ഞ് പിന്നെ കിടന്ന് കരയാതെ എണീറ്റ് ദേശഭക്തി ഗാനം പാടുവോ? അറിയാത്ത അങ്ങനല്ല. നമുക്ക് 2 പേർക്കൂടെ ഒരുമിച്ച് റീൽ കച്ചാലോ. നിന്റെ തലക്കിട്ട് ഇടുകയെന്നുണ്ടല്ലോ, തല പിടിതു പോയി അപ്പുറത്തെ സുകുമാരന്റെ മുറ്റത്ത് പോയി കിടക്കും. പിന്നെ അതും എനിക്ക് നാണക്കേട്, അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത്. നാണക്കേടോ? എന്തോ നാണക്കേട്? തലയ്ക്ക് താഴോട്ട് ഒന്നുമില്ലാതെ വല്ലവന്റെ മുറ്റത്ത് പോയി കിടന്ന് എനിക്കല്ലേ നാണക്കേട്. അമ്മയുടെ കാര്യം കൂടുതൽ സംസാരിക്കല്ലേ. 3 മാസം പ്രസവം കഴിഞ്ഞ് ഇവിടെ കിടക്കുക. ഇവിടെ വീട്ടിൽ പോകാൻ പറഞ്ഞ കേൾക്കത്തില്ല. പണ്ട് ഇതുപോലെ പിണങ്ങി വന്ന് കെട്ടിയവനോട് പിണങ്ങി ഞാൻ ഒരു വിധത്തിലാണ് ഇവിടെ തിരിച്ചു വിട്ടതും. ഇപ്പൊ ഇവിടെ കിടക്കുക. പോത്തില്ലെന്ന് പറഞ്ഞാൽ പോത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്റെ അമ്മ എന്റെ കൂട്ടുകാരി സന്ധ്യയുടെ കുഞ്ഞിന്റെ 28 കെട്ടിന് അവരെന്തുവാ ഇട്ടത്?
പേരിട്ടു. പേര് മാത്രമല്ല അവർ 2 പവന്റെ മാല ഇട്ടായിരുന്നു. അതുകൊണ്ട് അതുപോലെ എനിക്കൊരു മാല വേണം. അന്നാ ഞാൻ പോകാം. സന്ധ്യയുടെ കുഞ്ഞിന് ഇട്ട പോലെ മാല നിനക്കും വേണം. എടി സന്ധ്യയുടെ അച്ഛൻ എവിടാ ജോലി ചെയ്യുന്നത്? കാനഡയില്. നിന്റെ അച്ഛനോട് പറയടി അതുപോലെ ഏതിന്റെയും വേണേ ജോലി ചെയ്യാനും എന്നാലേ പൈസ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അല്ല ചുമ്മാ പൈസ ഉണ്ടാക്കത്തില്ല. ഇതുപോലെ ഉത്തരവാദിത്വമില്ലാത്ത ഒരു മനുഷ്യൻ. അമ്മ അങ്ങനെ കൊച്ചൊന്നും വേണ്ട. എന്റെ അച്ഛൻ എന്ത് ചെയ്യും? രാവിലെ പോയിട്ടുണ്ട്, ഉണ്ടാക്കി പിടിച്ചോണ്ട്. ചേട്ടാ സ്വന്തം ഭർത്താവെന്ന് ആലോചിച്ചോണം. അതിനായിട്ട് ചെറുതായിട്ടൊരു വഴക്കിടുമെങ്കിൽ ഞാൻ ഇങ്ങനെ ബഹുമാനക്കുറവൊന്നും കാണിക്കത്തില്ല. ഈ ഉണ്ടാക്കി പിടിച്ചോണ്ട് പോവാന്നൊക്കെ എന്തിനാ അമ്മയെ പറയുന്നത് അങ്ങോട്ട്? എടി രാവിലെ ചിരട്ടത്തവി ഉണ്ടാക്കി പിടിച്ചോണ്ട് വിൽക്കാൻ പോയെന്നാ ഞാൻ പറഞ്ഞത്. അതല്ലേ അങ്ങാരുടെ ജോലി. സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഈ ചിരട്ടത്തവിയൊക്കെ ആരും വാങ്ങിക്കുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങാറുണ്ടാക്കുന്ന ചിരട്ടത്തവിയെ കഞ്ഞി കോരിക്കഴിഞ്ഞാൽ പിള്ളേർ നടന്നു പെടുക്കുന്ന പോലെ വെള്ളം പോവുക. അങ്ങനത്തെ തവി ആരെങ്കിലും വാങ്ങിക്കുമോടി? അമ്മ ഒരു ഉപകാരം ചെയ്യോ? അച്ചാച്ചൻ വരുമ്പോ അച്ചാച്ചനോട് പറ, അച്ചാച്ചൻ കഷ്ടപ്പെട്ടിരിക്കും മാല മേടിച്ചു തരും. മാല, സ്വർണ്ണമാല നിന്റെ അച്ഛൻ. ഇവള് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പോയി 2 കെട്ടുടുപ്പ് വാങ്ങിച്ചോണ്ട് വരാൻ. അയാൾ പൈസ ഇല്ലാത്തത് കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 മാസ്ക് വാങ്ങിച്ചോണ്ട് കുഞ്ഞിന് കെട്ടുടുപ്പായിട്ടിട്ട മനുഷ്യനാ അത് മാല ഉണ്ടാക്കി കൊടുക്കാൻ പോന്നെ. അമ്മ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും അടിക്കണ്ട. മാല കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ വലിയ പൂവ് ഉണ്ടാക്കും. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുമോ? സമരം ചെയ്താലും ഞാൻ മാല കൊണ്ട് പോകാം. നീ സമരം ചെയ്ത് പരിചയമുള്ളവളാ നീ. സത്യം പറയാമല്ലോ, 7ാം മാസത്തിലാണ് ഞാൻ ഇവളെ പ്രസവിച്ചേ. വയ്യാഴിക ഒന്നും ഉണ്ടായിട്ടല്ല. ഇവള് വയറ്റിൽ കിടന്നോണ്ട് സമരം ചെയ്ത് പുക്കൾക്കൊടിയും പിടിച്ചോണ്ട് എന്നെ തുറന്നു വിടണമെന്നും പറഞ്ഞോണ്ട് അങ്ങനെ 7ാം മാസത്തിൽ പ്രസവിച്ചത് എന്നോട് തന്നെ പറയാൻ പറ്റിയത്. അമ്മ ഇവിടെ എന്തോ ചെയ്യുന്ന അമ്മ ഈ സെന്റിമെന്റ്സ് അല്ല. അമ്മ ഈ വീട്ടിൽ എന്തോ ചെയ്യുന്ന അമ്മ. മര്യാദയ്ക്ക് പൊക്കോണം. പെട്ടി കിടക്കെ എടുത്തോണ്ട് പോടി. 3 മാസമൊക്കെ നിന്നെ നോക്കി അത് മതി എനിക്ക്. അമ്മ ഇവിടെ വലിയ എന്താണ് ചെയ്യുന്നത് പോലാന്നല്ലോ. എന്താ ചെയ്യുന്ന അമ്മ ഇവിടെ? ഞാൻ ഇറങ്ങി പോകുന്നോണ്ടാ ഇവിടുത്തെ അടുപ്പ് പുകയുന്നത്. അത് ഞാൻ അമ്മയോട് പറയാനിരിക്കുവായിരുന്നു. ആരോടും പറയാതെ കേൾക്കാതെ ഇറങ്ങി പോകുന്നത് കൊണ്ട് ആ അടുപ്പിരുന്ന് പുകയുന്നതും അതിനകത്തിരുന്നത് കഴിയുന്നതും എന്തോ ഉണ്ടാക്കും അമ്മ ഇവിടെ. ഇത് പറയുന്നത് ഞാനിത് കേക്കണേ ഞാനിത് കേക്കണ മടി. നിന്റെ വായിച്ചു തന്നെ ഇത് കേക്കണം. ഈ കുട്ടിനെ ഓർത്തിട്ടാണ് നിന്നെ ഞാനൊന്നും പറയാത്തത് കേട്ടോ. എന്താ അമ്മ എന്തിനാ ഓർക്കുന്നത്? ഞാനടി നിന്റെ അമ്മ, നീയല്ലടി എന്റെ അപ്പ. ഡയലോഗിലൊന്ന് മാറ്റി പിടി. എല്ലാ തള്ളമാർ പറയുന്ന ഡയലോഗ് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. എന്റെ ദൈവം എന്തോ ചില ഈ നാട്ടുകാരൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തോ പറയും. ഒന്നാമതെ അപ്പുറത്തൊരു തള്ളയുണ്ട്, പങ്കജാക്ഷി, സാറ്റലൈറ്റ് തള്ളാന്നാ ഞാൻ ഈ നാട്ടുകാരൊക്കെ വിളിക്കുന്നത്. ആ തള്ള പണ്ട് ഇവിടെ പിളങ്ങി വന്ന് നിന്നപ്പോ ഭർത്താവ് ഉപേക്ഷിച്ച് അത് ഇവിടെ എല്ലാം പറഞ്ഞു ഓർമ്മയുണ്ടോ നിനക്ക്? അവര് വല്ലതും അറിഞ്ഞാലുണ്ടല്ലോ ഈ കെട്ടിയ കൊച്ചിനെ കൊണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവിട്ടാന്ന് വിചാരിക്കും അവര് കേട്ടോ. അല്ല ഇതിന്റെ ഇടയ്ക്ക് അമ്മയെ അച്ഛനോട് പറയുന്നത് കേട്ടല്ലോ, അമ്മച്ചയോ അമ്മൂമ്മയോ ആരാണ്ടാ കാണാൻ പോകുന്നത്? എവിടെ പോകുന്നെന്നാ പറഞ്ഞത്? പോണോന്നൊക്കെ ഉണ്ട്. സത്യം പറയാലോ, എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുക. കുറെ നാളും കൊണ്ട് ഞാൻ വിചാരിക്കുക അമ്മയൊന്ന് കാണാൻ പോണമെന്ന്. അയ്യോ, എന്റെ കയ്യെ കൂടെ ഒച്ച കയറിപ്പോയി. ഒച്ച പോയതല്ല, അത് മൂക്ക് നടത്തേണ്ട പാടാ. അങ്ങോട്ട് പറഞ്ഞേട്ട്. അമ്മ മെഡിക്കൽ കോളേജിലാ. സത്യം പറയാലോ, മെഡിക്കൽ കോളേജ് അച്ഛൻ മരിച്ച പിന്നെ അമ്മയെ ഞങ്ങൾ 3 മക്കളെ നോക്കിയത്. അയ്യോ, ഈ അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടതൊന്നും അമ്മൂമ്മ ചാവം കിടക്കുവാന്നല്ല. മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് ലോട്ടറി കച്ചവടം ഞങ്ങളുടെ അമ്മൂമ്മ. നാളെയോ മറ്റന്നാളോ എടുക്കോ അടിക്കും അങ്ങനല്ലേ പറയുന്നത്? അങ്ങനെ ഞങ്ങളുടെ അമ്മയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഭാഗ്യക്കേടിനങ്ങാണ്ട് ആർക്കും വിറ്റു പോവാത്ത ഒരു ലോട്ടറി അടിച്ചു 5000 രൂപ. അത് കണ്ടോണ്ട് അത്ഭുതത്തിൽ നെഞ്ചത്തൊരൊറ്റ അടി, അതോടെ ബോധം പോയി. 10000 രൂപ മുടക്കിയിട്ടാ ആ അമ്മൂമ്മ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയത്. അടിച്ചങ്ങ് ചങ്ക് പറത്തി അങ്ങ്. അതിന്റെ കയ്യിൽ നിന്ന് പൈസ പോയി. എന്റെ കെട്ടിയോനും കൊടുത്തല്ലോ. എന്റെ അമ്മൂമ്മയുടെ അടിപ്പ് അവിടെ പീത്ത വരെ പൈസ വെച്ചേക്കുന്ന ടീം അവരറിയാവുന്ന നിനക്ക്. അയ്യോ, അത് നല്ല ഗുണമല്ല, അതാണ് കള്ളത്തരം. മര്യാദയ്ക്ക് പോയി പങ്കയാഴ്ചത്തുള്ള നിനക്ക് അറിയാമല്ലോ. ആ സാറ്റലൈറ്റ് തള്ള ഇങ്ങോട്ട് വന്ന ഈ ലോകം മൊത്തം പറഞ്ഞു വരുത്തുവേ. അമ്മച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. സാറ്റലൈറ്റും ഇതൊന്നും ഞാൻ നോക്കത്തില്ല. എനിക്ക് എന്റെ വക കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കം ഞാൻ ഉണ്ടാക്കും. കുഞ്ഞിനെ കൊണ്ട് പാല് കൊടുക്കണി. അജേ 40-40 കൊല്ലമായി സഹിക്കാൻ പറ്റത്തില്ല. അറിയാവോ ഞാൻ എന്തുവാ മൊത്തത്തിൽ നിന്ന് അരച്ചു തൊലി വരെ നാടൻ കെട്ടിരിക്കുക. ഞാനത് കേട് ഇത്ര പ്രായം 82 വയസ്സ് തുടങ്ങി കാലം ചൂട്ടിട്ട് വെച്ചൊക്കെ ഇടന്നവർക്ക് എപ്പോഴാണ് കുളിച്ച് വലിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നോട് കൂടുതൽ കളിക്കരുത്. 4-5 പിള്ളേരുണ്ട് കൊച്ചുമക്കളുമായിട്ട്. എനിക്ക് കാണാൻ ഉണ്ടാക്കത്തില്ല. ആര് കാണത്തില്ല ഇയാളെ. അങ്ങനാക്കിയേ സ്വന്തം പേര് വിളിച്ചോണ്ട് വരുവാ. നീ തുണി മടക്കുവാന്നോടി. അല്ല, ഞാൻ പൊറോട്ട അടിക്കോ കണ്ടില്ലേ? കണ്ണൊക്കെ കാണത്തില്ല. ചുമ്മാ കള്ളത്തരം പറയുന്ന സാറ്റലൈറ്റ്. എന്തുവാ കിടന്ന് ബഹളം വെക്കുന്ന രാവിലെ കെട്ടിയോനും കെട്ടിയോളൂടെ? 12 വയസ്സായി. അയാൾക്ക് വയസ്സായി കഴിഞ്ഞപ്പോ ഇയാൾക്ക് ചുണ്ടി കൂടി വരും അയാൾക്ക്. പിന്നെ എന്താ നിർബന്ധമാണെന്നറിയോ? എന്താ നിർബന്ധം? പൊന്നേ, ഇന്നലെ രാത്രി അയാൾ എന്നെ ഉറങ്ങിയില്ലടി. ഒന്നും പറയട്ടോ, വെളുപ്പിനെ 3 മണിയായപ്പോ അങ്ങോട്ട് തുടങ്ങിയില്ലേ തൂക്കാട്. എന്തോന്ന് എടി, അയാളാണെങ്കിൽ വൈകിട്ടാണ് എന്നോട് പറഞ്ഞു കപ്പ പുഴുങ്ങി തടയി തിന്നാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യ, രാത്രി കപ്പ പുഴുങ്ങി തിന്നല്ലേ, ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ജന്മം ചെയ്താ കേൾക്കത്തില്ല. കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാത്തത് പറഞ്ഞ എന്താണെന്നറിയോ?
ഗ്യാസ് തീർന്ന കാലുകുറ്റി പൊക്കിയാൽ സ്വന്തം ഗ്യാസ് പോകുന്ന മനുഷ്യരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാത്രി കപ്പ പിടിക്കുന്നില്ലേ ഗ്യാസ് കയറുമെന്ന്. വെളുപ്പിലെ 3 മണിയായപ്പോ ഇയാൾക്ക് ഗ്യാസ് കയറി വീർത്തു. വയറിലാടെ വീർത്ത് വാൽമാക്കറി കടന്ന് പിടക്കുന്ന പോലെ ഇയാൾ കടന്ന് പിടയ്ക്കും. ആ മുണ്ടും പറിച്ച് കളഞ്ഞു. ഞാനാണെങ്കിൽ ആവി പിടിച്ചു, ചൂട് പിടിപ്പിച്ചു, മുണ്ട് പിടിപ്പിച്ചിട്ട് വരുമ്പോഴത്തേന് നേരെ അങ്ങ് വെളുത്തരി. ഇന്നലെ രാത്രിയിലത്തെ പ്രശ്നത്തിന് എന്തിനാ പങ്കേശിച്ച് ഈ രാവിലെ കിടന്ന് വേളം വെക്കുന്നത്? രാവിലെ ഇയാളെ ഗ്യാസ് പോയി കഴിഞ്ഞപ്പോ രാവിലെ ഇയാൾ തുടങ്ങി ഇയാൾക്ക് തിന്നാനും തല്ലും വേണം. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. അടുക്കളോട്ട് ചെന്നപ്പോ ഇയാൾ എന്റെ പുറകെ വന്ന് പൊക്കി അങ്ങ് നോക്കുക. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചട്ടിയിൽ പൊക്കി നോക്കുക. ഞാൻ രാവിലെ അത്ര ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? അയ്യോ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യ കടക്കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ ആ കടക്കാപ്പി എടുത്തിട്ട് കുടിച്ചിട്ട് പറഞ്ഞു തടുത്ത കടക്കാപ്പിയാന്നോടി എനിക്ക് തരുന്നെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം അത് കഷ്ടമായി. ചൂട് കടക്കാപ്പി തന്നെ വേണം. കൊടുത്തോണ്ടാക്കി പിന്നെ അയാൾ അങ്ങോട്ട് മരത്തിൽ കിടത്തിട്ട് വായിക്കകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂൺ പഞ്ചസാര 1 സ്പൂൺ കാപ്പി ഇട്ടിട്ട് മൂക്കിനകത്ത് തീ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അവൻ ചൂട് കാപ്പി കുടിക്കട്ടെ അവിടെ കിടന്ന് ഇളക്കത്തിട്ട് ഇവരെ ഞാൻ വാഷിംഗ് മെഷീൻ ചേർത്തിട്ട് ഇവരെ കറക്കി എടുക്കും. ഇവരെ ഞാനേ ഇച്ച ഇറങ്ങുമ്പോ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അന്ന് ഞാൻ പുതിയ സിനിമയാണ് ഞാൻ ഇറങ്ങുമ്പോ കാണാൻ വേണ്ടി പറഞ്ഞു. ഇച്ചയുടെ കയ്യിലേ എന്തുവല്ലോ ഉണ്ടോ എനിക്കൊന്ന് വെക്കാൻ? നല്ലൊരു പാറയുണ്ട്, അത് വെക്കട്ടെ. സ്വർണം വല്ലതും ഉണ്ടോ എനിക്കൊന്ന് പണയം വെക്കാനെന്ന്? ഇവിടെ ഇതാരോടാ ഈ ചോദിക്കുന്നത്? എവിടെ ഇരിക്കുന്നത് ഈ സ്വർണ്ണം? അല്ല കടെ എനിക്ക് സ്വർണ്ണമൊന്നുമില്ല. എന്റെ പങ്കാശിച്ചെങ്കിലും കണ്ണി നോക്കി കള്ളം പറയരുത്. നിങ്ങൾ എന്താ കള്ളം പറഞ്ഞു? എന്താ കള്ളം പറഞ്ഞു? ഈ കിടക്കുന്ന സ്വർണ്ണം വലിയ കാതല്ലേ? അത് സ്വർണ്ണമൊന്നുമല്ല. ഈ കഴുത്തെ കിടക്കുന്ന സ്വർണ്ണം അല്ലയോ? അതും സ്വർണ്ണമൊന്നുമല്ല. പിന്നെ ഗ്യാരണ്ടി അത് ചൊറിയത്തില്ലയോ? ഇപ്പൊ ഇത് കിടക്കുന്നുണ്ട്, നിനക്കതല്ലേ ചൊറിയുന്നത്? പൈസയുടെ ആവശ്യം വന്നോട് ചോദിച്ചാന്ന്. നിനക്ക് എന്തിനാണ് പൈസയുടെ ആവശ്യം? പൈസയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലായിരുന്നു കല്ല് പ്രസവിച്ചത്? കല്ല് പ്രസവിക്കുമല്ലോ, തല്ലി പൊട്ടിച്ചെടുക്കുമല്ലേ ചെയ്യുന്നത്? അതല്ലെന്ന് കല്യാണി എന്റെ മോള് കല്ല് പ്രസവിച്ച് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അറിഞ്ഞേ. ഉച്ചക്കണ്ടോ 28 കെട്ടിന് 4 തവണ വന്ന് ചാപ്പാട് അടിച്ചിട്ട് പോയ ടീമായി. ചെയ്യേ 2-3 മാസം കൊണ്ട് ചെലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കയ്യിൽ നിന്ന് പൈസ എല്ലാം തീർന്നു. ഇത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ 3-4 മാസം മുമ്പ് ഇവിടെ കെട്ടുകണക്കിന് ഇരിക്കുമെന്ന് തോന്നുമായിരുന്നല്ലോ. ഭയങ്കര പൈസ ചെലവായിരുന്നു ആശുപത്രിയില്. ഇത് പ്രസവമായിരുന്നു അതോ സിസർ കട്ടായിരുന്നു? സിസർ കട്ട് അടിക്കാൻ അവളെന്ത് ഫുട്ബോളിന് പോയായിരുന്നു? അല്ലത് കൊച്ചിനെ പറിച്ചെടുക്കുമായിരുന്നു അതോ സിസേറിയൻ? സിസേറിയൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ? ഇപ്പൊ ഇവിടെ പ്രസവം കഴിഞ്ഞില്ലേ? ഇത് സിസേറിയൻ ചെയ്താൽ അടുത്ത കൊച്ചിനെ ഇവള് പ്രസവിക്കുമ്പോ ആ കൊച്ചു കത്രയും പിടിച്ചോണ്ട് വരും, നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ നിനക്ക് പൈസ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാലേ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ ICU ഇല്ലല്ലോ. അവിടെ ആര് പറഞ്ഞു? അപ്പുറത്തെ ബേക്കറി കിട്ടുമായിരുന്നല്ലോ. എന്തുവാ ഐസിന്റെ കാര്യമാണ് പറഞ്ഞത്? ഈ ഗവൺമെന്റ് ആശുപത്രി ICU ഇല്ലല്ലോ. ഇപ്പൊ അവിടെ വർക്ക് നടക്കുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റിൽ കൊണ്ടുപോയി. ഇത് പൊന്നിച്ച് ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് ചെലവും എല്ലാം കൂടെ കൂട്ടി ബില്ല് തന്നപ്പോൾ എത്രയെന്നറിയോ? 75,000 രൂപ. ഇപ്പുറ സൈഡ് കൂടെ വെച്ചേ മാമാട്ടിക്കുട്ടി ഇപ്പൊ പ്രായം ചെന്നു പോലും. പിന്നെ ആരടച്ചടി? ചേച്ചേനല്ലേ 2 ചെവി അടച്ചു പിടിച്ചു. അതല്ലേ ഈ 75,000 രൂപ പിന്നെ അങ്ങനെ അടച്ച്? ഈ 75,000 രൂപ അടയ്ക്കാൻ പറ്റും? എന്നെ കൊണ്ട് ആവത് വല്ലതും ഉണ്ടോ? ഞാനവിടെ നിന്ന് കരഞ്ഞ റിസപ്ഷന് മുമ്പിൽ എന്റെ കണ്ണിൽ നിന്ന് കുടുകൂടാ വെള്ളം ചാടുമായിരുന്നു. അവസാനം റിസപ്ഷനിലെ പിള്ളേർ പറഞ്ഞു ചേച്ചി 5,000 രൂപ തന്നാ മതിയെന്ന്. കരഞ്ഞന്റെ ദയനീയത കൊണ്ടല്ല, എന്റെ കണ്ണീര് വീണ് 75,000-ന്റെ 7 മാഞ്ഞു പോയി. 5,000 മാത്രമേ അമ്മമാരെ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഭയങ്കര പിടിക്കുക. അതൊരു ഭയങ്കര പിടിക്കുക. ഈ കൊച്ചിപ്പോ പ്രസവിച്ചിട്ട് ഇപ്പൊ 28 കെട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഈ കൊച്ചത്തെ ഈ പോകാൻ നിൽക്കുന്നത് എന്തുവാ? എന്റെ പൊന്നിച്ച് എനിക്ക് ഭയങ്കര പറയാനെ കൊണ്ട് ഭയങ്കര സങ്കട അവസ്ഥയാണ്. ഇവളിപ്പോ പറയുന്നത് എന്തോന്നറിയോ? എന്തുവാ? കുഞ്ഞിന് 2 പവന്റെ സ്വർണ്ണമാല ഇല്ലത് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവിടെ ഭർത്താവ് അരുണ് പറഞ്ഞെന്ന്. ആ ചെറുക്കൻ പറഞ്ഞു. ആ ചെറുക്കന് ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പട്ടി അടിച്ചു വിടാന്ന്, അവനെ കടിച്ച് പഠിപ്പിക്കാന്ന് പറഞ്ഞതാ. എന്നിട്ട് നീ പറഞ്ഞ ചെറുക്കനെ കെട്ടിക്കണം, നീ അനുഭവിക്കണം. ഇവളിപ്പോ ഈ സ്വർണ്ണത്തിന്റെ കാര്യം പറയുന്നു. ഞാൻ ഈ സ്വർണ്ണത്തിന് എവിടെ ചെന്ന് കയറും? ഏതെങ്കിലും ജ്വല്ലറി ചെന്ന് കാരണം? അതല്ലെന്ന്, ഞാൻ പൈസക്ക് എവിടെ ചെന്ന് കയറും? ഏതെങ്കിലും ബാങ്കിൽ ചെന്ന് കാരണം? അയ്യോ എന്റെ ഇച്ച എനിക്ക് വയ്യല്ലോ, ആവതില്ലല്ലോ, ഞാൻ എവിടെ ചെന്ന് കയറും? അല്ല ആശുപത്രിയിൽ ചെന്ന് കാരണം? അയ്യോ ഇവരിത് കയറി എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? ഇച്ച എനിക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് അതാ പറഞ്ഞു. കൊച്ചിനോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇത് പുത്തനെ പൈസ കുഞ്ഞു അകത്തുണ്ട്. ഇനി കൊച്ചിനെ ഉറക്കാൻ പോയി അവിടെ കാണാൻ പോയി റീൽ എടുക്കും. ഞാൻ പറഞ്ഞത് കല്യാണിയേ കല്ലേ എന്റെ പങ്കജാന്റി വന്നേക്കുന്നു. വാ. അയ്യോ ഓനെ ഇതാരാ നിൽക്കുന്നേന്ന് മനസ്സിലായ നോക്കിക്കേ. മനസ്സിലാകാൻ വേണ്ടി ചെറുക്കനെ ഞാൻ കൂടെ 1-ാം ക്ലാസ് പോലെ പഠിക്കാനില്ല. അമ്മുമ്മ പങ്കി ഇത് കൊച്ചാന്നോ സ്ലൈറ്റ് ആണോ ഇറ്റാ വരച്ച് വെച്ചേക്കുന്നു? ഞാനത് പിരികെ എഴുതി വെച്ചേക്കുവാ. ഇതിലും വലിയ പിരികെ എഴുതി വെക്കരുത്. ഇങ്ങോട്ട് നോക്കിക്കേ. അയ്യോ കച്ചിലോറി ഏതാ? ഞാനാന്നോ കേറി വെച്ചേ? നിന്റെ ഭർത്താവ് അരുണിന്റെ ഈ ഭാഗത്ത് ഇവിടെ ഇച്ചിരി ഒരു മറുകില്ലയോ? അരുണേട്ടന്റെ അവിടെ ഒരു മറുകുണ്ട്. പക്ഷെ ഇവനിതില്ലല്ലോ. മറുകായിരിക്കും കാരണം അതായിരിക്കും കൊണ്ടുപോകാത്ത കേട്ടോ. എന്തോ നിന്റെ ആങ്ങളുടെ മോനില്ലേ സുമേഷ്, അവന്റെ ചെറിയൊരു കട്ടുണ്ട് ഈ കൊച്ചിന്. മനസ്സിലായോ? സത്യം പറയാൻ എനിക്കത് കണ്ടപ്പോഴേ തോന്നി. സംഭവം എന്താണെന്നറിയോ? ഞങ്ങൾ കുടുംബക്കാർക്കെല്ലാം ഒരേ മുഖച്ചായ, അതുകൊണ്ടാണ് ഇവനും അത് വന്നേ. അതല്ല നേരത്തെ അവരുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ.
ആലോചിക്കാം കേട്ടോ. അയ്യോ, അയ്യോ, അയ്യോ. ചെറുക്കന് ഇവളെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ ഇവക്ക് അവരുടെ ഇഷ്ടമല്ലാത്തോണ്ട് കല്യാണം നടത്തിയില്ല ഞങ്ങള്. അയ്യോ അയ്യോ ഈ കൊച്ചിന് 2 ചാന്തി. അയ്യോ, അത് സ്നഗ്ഗിട്ടേക്കുവാ അത്. സ്നഗ്ഗി. അയ്യോ അയ്യോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കാര്യം കൊച്ചുകുഞ്ഞുങ്ങളെ കീരി കുന്തം കയറ്റി വെച്ചോ ചൂടടിച്ച് കയറാൻ. കൊച്ചിനെ പിടിക്കേ കൈ വേന എടുക്കുന്നു. കൈ വേദന. ാണെങ്കിൽ സുന്ദാരേ അമ്മൂമ്മയുടെ കുഞ്ഞാണ്, സ്വർണ്ണമുള്ളൊരു കുഞ്ഞാണ്. ഉണ്ട് കേട്ടോടാ ഈ ചെറുക്കം എടുക്കല. അമ്മൂമ്മയുടെ കുഞ്ഞുണ്ട്, അമ്മൂമ്മയ്ക്കൊരു കുഞ്ഞുണ്ട്, സ്വർണ്ണമുള്ളൊരു മോനുണ്ട്, സ്വത്ത് മോനുണ്ട്. ചാച്ചൻ വരുമ്പോൾ അപ്പാപ്പം കൊണ്ടുവരും, അപ്പൂപ്പൻ വരുമ്പോൾ ഒരു ചുക്കും കിട്ടത്തില്ല. അപ്പൂപ്പൻ കൊണ്ടല്ലോ അമ്മൂമ്മയുമുണ്ടല്ലോ, നേരം കുഞ്ഞുണ്ട്, പാവ കുഞ്ഞുണ്ട്. മതി താനൊരു ചെന്നെ മുട്ടങ്ങ് വേദന എടുക്കുന്നു. കളി കാണാം. എനിക്ക് തറയിൽ ഇരിക്കാൻ ഓ, ഇരിക്ക് ആന്റി, പങ്കജാന്റി ഇരിക്ക്. എനിക്ക് തറയിൽ ഇരിക്കാൻ പറ്റില്ല, തറയിൽ ഇരിക്കാനും പറ്റത്തില്ല. അയ്യോ നല്ല കളി. പങ്കജാമ്മൂമ്മ ഇപ്പൊ വരുമല്ലോ, പങ്കജാമ്മൂമ്മ വരുമല്ലോ ഇപ്പൊ വരുമല്ലോ. ഇതെന്താ ആന്റി, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് താഴുവാണോ? അങ്ങോട്ടങ്ങിട്ടു. കുഞ്ഞുണ്ട് കുഞ്ഞുണ്ട് അതെന്ത്? അമ്മൂമ്മയ്ക്ക് കുഞ്ഞുണ്ട്. അതിന്റെ പരിപാടി എല്ലാം ഇരിക്കാൻ പറ്റില്ല. എഴുന്നേറ്റാ കുഞ്ഞിന്റെ കളി കാണാം. കുഞ്ഞിന്റെ കളി കാണാം. കുഞ്ഞിന്റെ കളി കാണാം. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേക്ക് വായിച്ചോട്ടെ. എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അയ്യോ എഴുന്നേക്ക, കാലം ചുറ്റി വെച്ചിട്ട് എഴുന്നേക്ക. വസന്തരജനീ പുഷ്പം, ഞാനൊരു വസന്തരജനീ പുഷ്പം, വസന്തരജനീ പുഷ്പം, ഞാനൊരു വസന്തരജനീ പുഷ്പം. എന്താ കിടന്ന് പാടുന്നില്ലേ? ഓ, കയ്യെ പിടിച്ച് വരച്ചേ. അയ്യോ ചെറിയ വരിക്ക് എന്റെ കൈ ഉരുന്നില്ല. കൈ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ഞാൻ എവിടെയും പോകുമ്പോൾ എന്റെ കൈ നിന്നോട് ചോദിക്കുന്നില്ല. അയ്യോ 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 അതാണ് കുഞ്ഞെ കിടത്തടി. അമ്മ ഞാൻ കിടന്നമ്മ എനിക്കറിയത്തില്ല. എന്തൊരു സ്വഭാവം. എടി മറ്റേ ഇങ്ങോട്ട് ചോദിക്കട്ടെ, നിനക്ക് വീട്ടിൽ പോകാറായില്ലേ ഇവിടുന്ന്? അവിടെ എന്റെ അമ്മായിമ്മ ഇല്ല. ഇത് അമ്മായിമ്മ അവിടെ പേരെന്തായിരുന്നു? കെടുമ്പ് ചേർത്തിട്ട് പേരെന്തായിരുന്നു? പുഷ്പവല്ലി. ആ പുഴുപ്പല്ലി ഇന്ത്യരി. അതെ, ഞങ്ങളുടെ അമ്മായിമ്മയുടെ നാത്തൂനുണ്ടല്ലോ, ഞങ്ങളുടെ അമ്മായിമ്മയുടെ നാത്തൂന് ശ്വാസം മുട്ടല്ലോ, അപ്പൊ അതിന് കൂട്ടിന് പോയേക്കും. ഓ എല്ലാവരും കല്യാണത്തിനാ കൂട്ടു പോകുന്നത്, ശ്വാസം മുട്ടലിന് കൂട്ടു പോയേക്കും. അതല്ല ആശുപത്രിയില്ല, അതിന് കൂട്ടിന് പോയേക്കും ഞങ്ങളുടെ. ചുമ്മാതാടി ഈ കൊച്ചവിടെ ചെല്ലുമ്പോ ഇവിടെ അമ്മായിമ്മക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എന്റെ പൊന്നിച്ചേ, ഞാനും അതാ പറഞ്ഞു. ഇവിടെ അമ്മായിയമ്മ പോലൊരു പാവം പിടിച്ച സ്ത്രീ ഉണ്ടല്ലോ, അമ്മായിയമ്മല്ല മോളെ പോലെ അവര് നോക്കുന്നേ കേട്ടോ. അപ്പൊ അതുപോലെ പാവം അവര്. നീ പോകാത്ത രണ്ടാമത്തെ പ്രസവം എടുക്കേണ്ട സമയം എന്നിട്ടാ പോകാത്ത പ്രസവം കഴിച്ചിട്ട്. അതെന്തോന്ന് വെച്ചാ ഞാൻ ഒരു കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും. എന്താടി ആരാ പറഞ്ഞ മാല വേണമെന്ന് പറഞ്ഞു? പറഞ്ഞു അപ്പോഴത്തേക്ക് അങ്ങ് അമ്മ പറഞ്ഞ സാധ്യതാണ്. ആരടി പറഞ്ഞ മാല വേണമെന്ന്? അരുണേട്ടന് ഒരേ നിർബന്ധം 2 പവന്റെ മാലയും കൊണ്ടേ പോകും. അത് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. ഈ കുട്ടികൾ എവിടെ ഈ മാല ഉണ്ടാക്കും? പറഞ്ഞു കൊടുക്ക്. എവിടെ ഈ കൊച്ചി കഷ്ടപ്പെട്ടിട്ടില്ലേ കല്യാണം കഴിപ്പിച്ചിട്ട്? നീ ഇടയ്ക്കൊന്ന് വന്ന് നിന്നായിരുന്നു, അവിടെ ചാടിച്ചപ്പോഴേ കൊച്ചു കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കൊടുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞു കൊടുക്കേ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ട് ഞാൻ പറയാം. ചുമ്മാ കിടന്ന് ബുദ്ധിമുട്ടിക്കണം ഞാൻ പറയാം. കാരണം ഞാൻ എഴുതിക്കൊണ്ട് വന്നില്ലെങ്കിലേ ഞാൻ ആ തെറി അങ്ങ് മറന്നു പോയി. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് വേണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയത്തില്ല. നീ പറയണം. ആ ചെറുക്കൻ പിടുക്കനാ. ആ ചെറുക്കൻ അതുകൊണ്ടാ പറഞ്ഞ മാല വേണമെന്ന് പറഞ്ഞത്. അയ്യടാ, ആ ചെറുക്കനല്ല മിടുക്കര്, ഞാനാ മിടുക്കി. അരുണേട്ടൻ പറഞ്ഞത് എനിക്ക് ചെറിയൊരു നൈസായിട്ടൊരു മാല തന്നായിരുന്നു. എനിക്കത് പറ്റത്തില്ല. സന്ധ്യയുടെ കുഞ്ഞിന് അതുപോലെ ഒരു വലിയ മാലയാ കൊടുത്തത്. അതുപോലെ ഒരു മാല എനിക്ക് വേണമെന്ന് പറഞ്ഞത്. എന്റെ റേറ്റിംഗ് കൂട്ടാ അതിൽ അടച്ചു പോയി. പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ജൂനിയർ ആരും ഇല്ലെന്ന് വിചാരിച്ചു. നീ എന്നെ പിൻകാരനെ ഇതുപോലെ ഇരിക്കണം. നിന്റെ അമ്മയുടെ മാല വാങ്ങിക്കണം ഉരുക്കണം. കാരണം നീ ഒറ്റ മോളാ. നിനക്ക് വേണ്ടിയുള്ളതാണ് ഇത്. 3 സെന്റ് വസ്തു മുറിച്ച് നീ എടുക്കണം. ഇവിടെ തെറ്റിപ്പിക്കണം. എന്നോട് കാണിക്കുന്ന ദ്രോഹം കാണണം. ഇല്ല, ഞങ്ങളുടെ അമ്മായിമ്മ പാവോ, പക്ഷെ അതുകൊണ്ട് എനിക്ക് ഒരു പാവം. അമ്മായിമ്മ പാവാണെങ്കിൽ കാലത്തൊരു ചെറിയണോടി. ഞാൻ പറഞ്ഞു പാവം അതുകൊണ്ട് തൊഴിച്ചെറിയണം. പാവം അല്ലെങ്കിൽ നമ്മളെ തിരിച്ചടിക്കും. എന്റെ അമ്മായിമ്മ അങ്ങനെ ഭയങ്കര പാവമായിരുന്നു. ഞാൻ ഇന്നും അടിക്കുമായിരുന്നു. ഞാൻ പറയാ, നീ നിന്റെ അമ്മയുടെ ഒന്ന് മാല വാങ്ങിക്കണം. ഈ പങ്കജാന്റി എന്തെങ്കിലും ഇങ്ങനെ പണയം വെക്കാത്തേക്ക് മാല എനിക്ക് തരണം. കയ്യെ വെച്ചിരുന്നാ മതി. ഇവിടെ ചെവിയിലോട്ട് കയറിയോ? ഞാൻ പറഞ്ഞു ഉപദേശിച്ചിട്ടുണ്ട് കൊച്ചിനെ. നീ എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ ചെറുക്കനല്ല പറഞ്ഞ ഇവളാ പറഞ്ഞ മാല വേണം. പറഞ്ഞ മാല വേണമെന്ന്. നീ കറിയല്ലേ? ഞാൻ കൂടെ കറിയും. എനിക്ക് വല്ലാത്ത
കാര്യത്തിന് പോകും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ മോളങ്ങളായി വേല കാണിക്കുന്നെങ്കിൽ കാണിക്കുന്നെങ്കിൽ അവളെ പോട്ടര് അവിടെ കാലിലടി ചൂട് കൊടുത്തിട്ട് ഇറങ്ങി പോടി ഞാൻ പറയും. അറിയോ? മാത്രമല്ല ഞാനും ആ സ്വഭാവക്കാരിയാ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പിടിക്കടി കുഞ്ഞിനെ, പിടിക്കടി തക്കമോനെ. അമ്മമ്മക്ക് നിവൃത്തിയില്ല കേട്ടോ. പിടിക്കടി കുഞ്ഞിനെ, പിടിക്കടി കുഞ്ഞിനെ. പൊടി ഇറക്കും പൊടി. എങ്ങനെയായാലും വണ്ടി കയറി നടന്നോ ആരുടെ വീട്ടിൽ പോടി. നിന്റെ പെട്ടി കിടക്കൊക്കെ അച്ഛൻ ഞാനോട് ഞായറാഴ്ച കൊണ്ട് തരാം. പൊടി. പല്ല് ഞാറുമോ ഞാൻ നിന്റെ മെനക്കേട് കൊണ്ട് പൊടി ഇറങ്ങി. ഇനി അവനെ കൂട്ടി എല്ലാം വന്നേക്കരുത് നീ. ആഹാ കൊള്ളാമല്ലോ. നോക്കട്ടെ എടി നിന്റെ ചിറി കൂട്ടി പിരിയോടി. പൊടി പൊടി. കല്ലൂടെ പറയാണ് ഞാൻ. അവള് വന്നേക്കുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്കിട്ടില്ലേ ആ ചെറുക്കന് വലുതായി അവൻ വടിയും കുത്തി പിടിച്ച് നടക്കുന്ന പറയാം. അവരിവിടെ നിൽക്കുവാണ്. ഇത് ഇങ്ങനെ വേണം നമുക്ക്. നീ ഒരു കട്ടിച്ചോരയില്ലാത്തോളായി പോയല്ലോടി. ഞാൻ കുത്തി പൊട്ടിച്ച് കാണിക്കണം. കണ്ണി ചോരയുണ്ടോ? നീ ആ കൊച്ചു കുഞ്ഞിനെ അവളെ അങ്ങനെ വെലുത്ത് വിടേണ്ട കാര്യമുണ്ടോ? എന്താ കുഴപ്പം? ആരും കണ്ടു കഴിഞ്ഞാൽ അവരിറക്കി വിട്ടാന്ന്. പിന്നെ ഞാൻ എവിടെ പോയി പറയാൻ പറ്റും? ആരും വിശ്വസിക്കത്തില്ല. പണ്ടത്തെ സ്റ്റാർട്ട്ലൈറ്റ് ഞാൻ വിറ്റു. എന്റെ പൊന്നിച്ചായി നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളാണെങ്കിൽ എപ്പോഴേ ഇറക്കി വിട്ടായിരുന്നു. അത് കണ്ടിട്ടല്ലേ ഞാൻ ചെയ്തത്. ആ കൊച്ചു കുഞ്ഞിനെ അവളെ ഇറക്കി വിടാതെ ചെയ്തത്. എന്റെ ദൈവമേ, എന്റെ ഇവരുടെ പറഞ്ഞു കേട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ഇറക്കി വിട്ട്. സത്യം പറഞ്ഞ ഞാൻ അവളെ അങ്ങനൊന്നും ഇറക്കി വിടായിരുന്നല്ല. അവള് പറഞ്ഞ എല്ലാം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്. ഇനി ആവുന്ന സമയത്ത് കൊടുക്കാം. എന്തായാലും അങ്ങ് നല്ലപോലെ ചെന്നാ മതിയായിരുന്നു. എടുക്കാനാ കേട്ടോ. ഏതാണ്ട് എടുക്കാൻ വരുവാ. ഏതാണ്ട് എടുക്കാൻ വരുവാ. മിണ്ടണ്ട. പിടിച്ചേമ്മ അങ്ങോട്ടൊന്ന്. ഞാൻ പറയുമ്പോഴേ ഇതിന്റെ നടുക്കത്തെ ഈ ബട്ടൺ ഒന്ന് ഞെക്കണം. എന്നിട്ട് യാത്രയായി നീലാംബരം യാത്രയായി അങ്ങോട്ട് സൂര്യ കട്ടി 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 ഇതിനെ കാട്ടി എഡിറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന രീതി ഫോണിലോട്ട് അങ്ങോട്ട് ഇടാം. റീച്ച് അല്ല നിനക്ക് കിട്ടുന്നത് കുഞ്ഞിനെ. ഞാൻ നല്ല കീച്ചാണ് നിനക്ക് കിട്ടുന്നത്. നീ എത്ര പേരടി ഇപ്പൊ എന്തുവാ ഇത് തന്നെ തിരിച്ചു വിളിച്ചത്? എന്റെ പൊന്നിച്ച ഈ ബോധമില്ലാത്ത ഇവിടെയൊക്കെ കൊടുത്തു വിടാൻ പറ്റുമോ? ഈ കുഞ്ഞിനെ ഇപ്പോൾ ആരെങ്കിലും കൊടുത്തിട്ട് ഫോൺ കൊണ്ട് റീൽ ചെയ്താൽ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തോട്ട് പോകത്തില്ലയോ? നീ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഇപ്പോഴത്തെ ഇതുപോലുള്ള ചില പെണ്ണുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ വിശന്നിട്ട് കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോയി എടുക്കത്തില്ല. ഫോണിൽ ടിഞ്ചെന്നൊരു ബെല്ല് കേട്ട് കഴിഞ്ഞാൽ ഇവളുമാർ ഓടി ചെന്ന് അങ്ങോട്ട് എടുക്കും. എന്റെ പൊന്നോ അജയ് ചേട്ടാ, സുമി ചേച്ചി, മനോജ് ചേട്ടാ, ചിരിച്ചൊരു വഴിയായി ഞാൻ. അവിടെ ഓഡിയൻസും നമ്മുടെ ജഡ്ജസും എല്ലാവരും തകർത്ത് കിടന്ന ചിരിയായിരുന്നു. ഇതിനു മുമ്പ് ഗോൾഡൻ പഞ്ച് കിട്ടിയ പെർഫോമൻസ് ആയിരുന്നു ഇത്. ഇപ്രാവശ്യം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ബിജുകുട്ടൻ ചേട്ടൻ. അയ്യോ ഒരു രക്ഷയുണ്ടായില്ല ചേട്ടാ. ഗംഭീരമായിരുന്നു. ഇതെനിക്ക് കൊണ്ട് ഏറ്റവും എന്താണ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്കിറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതായിരിക്കുള്ളൂ കേട്ടോ. കാരണം ഞാൻ കരുതിയത് ഈ സുമിയും അതുപോലെ തന്നെ അജേഷുമായിട്ടുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ, അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ തീവ്രത എന്ന് കരുതി. സുമിയൊക്കെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങിയിട്ടേ എനിക്ക് കാരണം ഇതൊന്നും ലെജിബിൾ അല്ലാത്തില്ല. എല്ലാം ഫാസ്റ്റ് ആണെങ്കിലും ഭയങ്കര ലെജിബിളായിരുന്നു രണ്ടുപേരും കളിച്ചു. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചാണെന്ന് കരുതി. അപ്പോൾ നമുക്കത് ഈ നമ്മുടെ വീടുകളിലൊക്കെ തല്ലുപിടുത്തമെന്ന് പറഞ്ഞ സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇവിടെ അജയ് ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗില്ലേ, നീയാണോ അമ്മ അതോ ഞാനാണോ അമ്മ? എന്റെ അമ്മ ഞാനും വഴക്കിടുമ്പോ എപ്പോഴും പറയുന്ന ഡയലോഗാണ്. അതെ ശരിക്കും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പൊ അതെനിക്ക് കാണല് കുറവാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു റൈസ് ആകലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മമാരുടെ അടുത്താണല്ലോ കുറച്ചും കൂടി ഫ്രീഡം ആയിട്ട് ചൂടാവാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയും കൂടി ഒരു കാര്യം ഇതിനകത്തുണ്ട്. പക്ഷെ എനിക്ക് ആ എനർജിയാണ്, എനിക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ എനർജിയിൽ ഇങ്ങനെ നിന്നിട്ട് നമുക്കൊന്നും മനസ്സിലാകുകയില്ല. എല്ലാം മനസ്സിലാവുമായിരുന്നു രണ്ടുപേരും പറഞ്ഞത്. അപ്പം ഞാൻ കരുതി ഈ രണ്ടുപേരെ ആയിരിക്കുള്ളൂ ഇനി വരാൻ പോണ തള്ള ഒരു കൂളായിട്ടുള്ള സാധനമായിരിക്കുള്ളൂ. അപ്പം നമുക്ക് എന്താണെന്ന് അറിയില്ല. നേരത്തെ ഒരു ഹിന്റ് തന്ന് ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് തള്ളയുണ്ടെന്നുള്ളത്. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മനോജ്, നിങ്ങൾ വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അതിലും ഫാസ്റ്റായിപ്പോയി. കുറേ തമാശകളുണ്ട് കേട്ടോ. ആദ്യം തുടങ്ങി അവസാനം വരെയുണ്ട്. ഇവരൊക്കെ പറയാനുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കടുകൊക്കെ നമ്മൾ ഈ മറ്റേ വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിത്തെറിക്കൂല, അതുപോലെയാണ് മൂന്ന് പേരും പൊട്ടിത്തെറിച്ചത് കേട്ടോ. അടിപൊളി, സൂപ്പർ. പ്രചോദേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്തോ ബാധ ബാധിച്ച മാതിരിയുള്ള കളിയായിരുന്നു കേട്ടോ. നമ്മൾ സത്യമായിട്ട് ഞാൻ പറയാണ്. കാര്യം ഇത് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം രണ്ടാമത്തെ, അതായത് ഫസ്റ്റ് ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഇതാണ് എൻ്റെ അല്ലേ, രണ്ടാമത്തെ പാർട്ടാണ്. മൂന്ന് പേരും പറന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ എനർജി കളിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നിങ്ങളുടെ മൂന്ന് പേരുടെ എനർജി അതുപോലെയായിരുന്നു. കാരണം ഇതിനകത്ത് കൗണ്ടറിലുപരി നിങ്ങൾ മൂന്ന് പേര് ഒരു സംഭവം അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അത് നമ്മൾ ഈ ചില 2020 മത്സരത്തിന് 6 എന്ന് പറഞ്ഞ അടിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ സാധനവും പറന്ന് നിന്ന് കേട്ടോ. കാര്യം ഇതാണ് എനർജി എന്ന് കാണിച്ചു കൊടുത്തത്. ഒരു സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് കിട്ടിയാൽ അതെങ്ങനെ ചെയ്യാം, പുഷ്പം പോലെ അത് പറയാൻ കാരണം വെച്ചാൽ ഓരോ ആക്ഷൻസും
അത് ഭയങ്കര ലൈഫായിരുന്നു കേട്ടോ നിങ്ങളുടെ കളി. പിന്നെ അതിനുശേഷം എൻ്റെ പൊന്നു മനോജൻ്റെ താഴെ ഇരുന്നുള്ള സ്റ്റെപ്പ് കളിയും ഡാൻസ് കളിയും ഇത് നമ്മൾ സ്വയം മറന്നു. കാര്യം ഇതൊക്കെ ഉണ്ടല്ലോ കാലെടുത്തിങ്ങനെ വാശിക്കായിരുന്നു. നിങ്ങൾ മത്സരിച്ച് നിൽക്കുകയായിരുന്നു. കാര്യം ഫസ്റ്റ് പാർട്ട് കണ്ടന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ നിങ്ങളുടെ പെർഫോമൻസ് ആണ് കേട്ടോ. ഇതിൽ നിങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ്. അതാണ് നിങ്ങളിങ്ങനെ കളിച്ച് ലെവൽ കയറ്റി വെച്ച്. പിന്നെ ക്ലൈമാക്സ് അതിനൊരു ഉഗ്രം കൈഡ് തന്നേ പറ്റുള്ളൂ. കാര്യം ഒരിക്കലും ഒരമ്മയ്ക്ക് അങ്ങനെ മോളെ ഇറക്കി വിടാൻ അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല. അത് മനോജ് വന്ന് കുശുമ്പ് പറഞ്ഞെങ്കിൽ പോലും ഇങ്ങനെ കുശുമ്പ് പറഞ്ഞെങ്കിലും തിരിച്ച് വന്ന് കയറി അകത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഉഗ്രം ക്ലൈമാക്സ് ആണ്. അത് ആരും ചിന്തിക്കാത്തൊരു സാധനമാണ്. പക്ഷേ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിത് പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് എഴുതി പെർഫെക്റ്റായിട്ട് നിങ്ങൾ കളിച്ചതിന് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് വീണ്ടും നൽകും. അടിപൊളി. കലക്കി അടിപൊളി. ഇതിന്റെ ബിഗിനിങ് തുടക്കം സത്യം പറഞ്ഞാൽ 2 പേര് ഒരു 10 മിനിറ്റ് കൊണ്ടുപോയെന്നുള്ളതാണ്. നിങ്ങൾ 2 പേരും സുമിയും അജേഷും കൂടെ ഒരു 10 മിനിറ്റ് അല്ല അതിൻ്റെ മേളിൽ കൊണ്ടുപോയെന്നുള്ളതാണ്. അത്ര ടെമ്പോയിലാണ് അമ്മയും മോളും കൂടെ നിന്ന് കളിക്കുന്നത്. മൂന്നാമത്തെ ഒരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. കാര്യം 2 പേരും ഉള്ളെന്നുള്ള ധാരണയിൽ ഇരുന്ന് അങ്ങ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മഴയുമായിട്ട് വേറൊരാൾ വരുന്നത്, മൂന്നാമതൊരാൾ വരുന്നത്. മഴയല്ല, ഇടിവെട്ടും മഴയായിട്ട് മൂന്നാമത്തെ ആ 10 മിനിറ്റ് ഈ 3 പേരും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങളുടെ എന്ത് എനർജി ആയിരുന്നു കൂടെ, നമുക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള എനർജിയാണ്. അങ്ങനെ 2-3 ടീമുകളാണ് ഇത്ര നമ്മളൊരു സ്കിറ്റിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റ മീറ്ററിൽ തന്നെ ഒറ്റ റേഞ്ചിൽ തന്നെ കളിച്ച് കയറുന്ന 1-2 ടീമുകളിൽ ഒരു പ്രധാനപ്പെട്ട ടീമാണ് നിങ്ങൾ. പിന്നെ ഈ സ്കിറ്റിൻ്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നല്ലൊരു കഥയുണ്ട്. നമ്മൾ അതിൻ്റെ തമാശ വശങ്ങൾ മാറ്റി വെച്ചാൽ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ നല്ലൊരു കഥയുണ്ട്. മോളുടെ ഒരു വാശിയാണ്, മറ്റേ പെണ്ണിന് അത് അങ്ങനെ കൊടുത്തുകൊണ്ട് എനിക്കിത് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അതിൻ്റെ അകത്ത് അമ്മയുടെ ആ ഇല്ലായ്മ, ആ കുടുംബത്തിലെ ഇല്ലായ്മ, അതിനെ മുതലെടുക്കാൻ വരുന്ന ഒരു അയലോക്കക്കാർ. അപ്പോൾ ഒരു നല്ല കഥയുമായിട്ടാണ് നിങ്ങൾ പോയത്. ആ കഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കോമാളിത്തരങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടിയത്. ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റ്, അതേപോലെ ഒരു രക്ഷയില്ലാത്ത അഭിനയം. 3 പേരും ആരെ എടുത്ത് പറയണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതിൽ 3 പേരും ഗംഭീരമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടർ റേറ്റർ അമ്മൂമ്മയെ ആദ്യം കാണുന്നത്. അല്ല, അതിന് തന്നെ ചിരിയായിരുന്നു. അതിന് തന്നെ ചിരിച്ചു പോയി കേട്ടോ. അത് അറിയാതെ ചിരിച്ചു പോയി. എന്നാലും കലക്കി 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ഇനി നമുക്ക് മാർക്സ് അറിയാനുള്ള സമയമാണ്. സോ നമുക്ക് പ്രചോദനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഐശ്വര്യമായിട്ട് ഞാനൊരു 20,000 രൂപ കൊടുത്തു. അടിപൊളി. അപ്പൊ 20,000 രൂപയാണ് ചേട്ടൻ തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നസീർക്ക. ഞാൻ പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്, ഞാനൊരു 20,000 രൂപ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇക്കയും 20,000, അങ്ങനെ മൊത്തത്തിൽ 40,000 രൂപയായിട്ടുണ്ട്. ഇനി ബാക്കി ബിജുക്കുട്ടൻ ചേട്ടൻ ഒട്ടും വൈകണല്ലോ. അതേ പിടിച്ചോ, ബാക്കിലേക്ക് നോക്കിയോ. അപ്പം ഇനി ഇതിനൊരു 3-ാം ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാമോ? നോക്കാമല്ലേ? അപ്പൊ വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ കൂടുതൽ സ്കിറ്റുകളുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുള്ള ഒരുപാടധികം താരങ്ങളെ നമ്മൾ നമ്മുടെ ഈ ഒരു ഐറ്റം വേറയുടെ വീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നും നമ്മൾ അതേപോലെ ഒരു സോഷ്യൽ മീഡിയ താരത്തെയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആ ഒരു വൈറൽ വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ? കുറെ വൈറൽ വീഡിയോകളിൽ ഒരു വൈറൽ വീഡിയോ നമുക്കിതാ ഇപ്പൊ കാണാം. പിടിപുട തെച്ചിൽ കൊണ്ടു കറകർത്തു ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. പിടിപുട തെച്ചിൽ കൊണ്ടു കറകർത്തു ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. പാടുവരും പാവതരം കൂടവരും പൽമശ്രീയും മദനശരം പോലെ വരാം, മധുചഷകം ഞാൻ പകരാം. ഒന്നിതിലെ വന്നാൽ എല്ലാം മേഘാം ഞാൻ. അസകൊസല പെണ്ണ് റങ്കി റങ്കി റങ്കില സോന സോന ഞാൻ 1-ാം നമ്പർ. അടിമുടി വടിവഴകിൽ 1-ാം നമ്പർ. സോന സോന ഞാൻ 1-ാം നമ്പർ. അടിമുടി വടിവഴകിൽ 1-ാം നമ്പർ. ഞാനും ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ നേരിട്ട് കാണാനായിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് വിളിച്ചാലോ? So let's welcome അജി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജിജു ചേട്ടാ, അജോ ചേട്ടാ, നസീർക്ക,
എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം സ്വാഗതം. താങ്ക് യു ചേട്ടാ. എവിടെയാണ് അജിച്ചേട്ടന്റെ സ്ഥലം? എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഇപ്പൊ കടക്കാവരാണ് താമസിക്കുന്നത്. Okay. ടെക്നോ പാർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. വർക്കിംഗ് ആണ്. അതെ വർക്കിംഗ് ആണ്. ഒരു 10-14 വർഷമായിട്ട് ടെക്നോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യാണ്. അത് ശരി. അപ്പൊ ഇത് സൈഡിൽ കൂടെ ഉള്ള ഒരു അതെ, എന്റെ ആദ്യത്തെ ഫ്ലോർ ആദ്യം TV-ൽ എനിക്ക് ആദ്യമായി ചാൻസ് തന്നത് ഫ്ലവേഴ്സ് ചാനലാണ് 2017. ഈ കഴിഞ്ഞിടെ അജിയുടെ കുറേ വീഡിയോ ഭയങ്കര വൈറലായി. അതെ. ഈ അടുത്തിടെ കഴിഞ്ഞ എനിക്കൊന്ന് 2 ആഴ്ചക്കുള്ളിൽ ഒരു വീഡിയോ ഇട്ട് ഡൗൺലോഡ് ചെയ്തിരുന്നു. അതെ ചേട്ടാ, ഒരു സർവമായാലും ഒരു വൈറലായിരുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളവിടെ കോമഡി ഉത്സവത്തിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ ശേഷം പറന്നങ്ങള് ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ വളർന്നു വലുതായ കൂട്ട് തന്നെ നമ്മുടെ പെർഫോമൻസും വളർന്നു വലുതായി. അത് കാണണം നമുക്ക്. അത് കാണണം. കുറേ അധികം ഫാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതെ ഇന്ന് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ സാധാരണ സോങ് മിമിക്സ് ആണ് ചെയ്യാറുള്ളത്. ആദ്യം ഒരു പാട്ടിൽ തുടങ്ങാം, പിന്നെ വേറൊരു സംഭവത്തിലോട്ട് നമുക്ക് പോവാം. ആദ്യം ഷഹബാസ് അവൻ സാറിന്റെ ഒരു പാട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പാടാൻ ശ്രമിക്കുകയാണ്. കായലിന്റെ അരികെ. ഓക്കെ. കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ ഈ കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്ത് നിൽക്കും കമ്പനികൾ. കായലിനരികെ ഈ കായലിനരികെ. താങ്ക് യു. സൂപ്പർ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് പല പല വിഷയങ്ങളെ പറ്റി പഠിക്കും, പല പല ഫോർമുലകളെ പറ്റി പഠിക്കും, പല പല സബ്ജക്റ്റുകൾ പഠിക്കും. ഈ സാധനങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമുക്കറിയാവുന്ന പ്രശസ്തരായിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഇപ്പൊ സുരേഷ് ഏട്ടൻ ആദ്യം വരുന്നത് A+B² പഠിപ്പിക്കാനാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നാൽ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. ഏത് സിലബസ് ആണ്? CBSE ആണ്. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കരുത്. സെൻട്രൽ സിലബസ് ആണെങ്കിൽ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യൂ. ബിജുക്കുട്ടൻ നോട്ട് എടുക്ക്, പ്രചോദ് എടുക്ക്, നാസർക്ക് എടുക്ക്, എല്ലാവരും നോട്ട് എടുത്ത്. A+B² = A³ + 3A²B+. ബാക്കി ഞാൻ പറയില്ല, പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ പോയി മീഡിയയോട് ചോദിക്കും. നിങ്ങളൊക്കെ ആരാ? ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ പ്രതികരിക്കുക. ഇനി ബാല, നമ്മൾ ഈ മലയാളം മീഡിയത്തിലൊക്കെയാണ് ഞാൻ പഠിച്ചത് ചേട്ടാ. അപ്പം ആ സമയത്ത് നമ്മൾ ഈ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ നമ്മുടെ മക്കൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ വേർഡ് പ്രോബ്ലംസിനൊക്കെ വഴിക്കണക്കെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ വഴിക്കണക്ക് പഠിപ്പിക്കാൻ ബാല വരുവാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വഴിക്കണക്കാണ്. വഴിക്കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ബിജുവിൻ്റെ കയ്യിൽ 250 ആപ്പിളുണ്ട്. പ്രചോദിക്കയുടെ കയ്യിൽ 300 ഓറഞ്ചുണ്ട്. നാസറിക്കയുടെ കയ്യിൽ 250 വാഴപ്പഴമുണ്ട്. മൊത്തം എത്ര ഫ്രൂട്ടാണ് ഉള്ളത് നിങ്ങൾ പറയും? 50 ഫ്രൂട്ട്. അരിവികറ്റ മുണ്ടൻ. ഞാൻ എൻ്റെ കയ്യിൽ എത്ര ഫ്രൂട്ട് ഉണ്ടെന്നാണ് ചോദിച്ചത്. നന്ദി, നമസ്കാരം, ക്ഷമ. ഇനി നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമം. അപ്പൊ അത് ഇന്ദ്രജിത് സുകുമാർ, അദ്ദേഹം എമ്പുരാൻ 3യുടെ സെറ്റിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. Every body continues its state of rest or uniform motion unless an external force acts on it. External force എന്ന് പറയുമ്പോൾ have you heard about എമ്പുരാൻ ഗ്യാങ്, ലൂസിഫർ, മൊഗംബോ, ഷെൻട്രയഡ്, അറ്റ്ലീസ്റ്റ് ഇലുമിനാണ്ടി? അപ്പൊ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ റിവ്യൂ ഒക്കെ പറയുന്ന ആറാട്ടണ്ണനെ ന്യൂട്ടൺ ശക്കില്ല. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. ഫോർമുലയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് ഫോഴ്സാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് മാസാണ്. ആക്സിലറേഷൻ ഉണ്ട്. ഫോഴ്സ് കൂടുമ്പോൾ ആക്സിലറേഷൻ കൂടുന്നു, ആക്സിലറേഷൻ കൂടുമ്പോൾ ഫോഴ്സ് കൂടുന്നു. നടക്ക് ഈക്വലിറ്റി ഉണ്ട്. സെക്സിയായിട്ടുള്ള ഫോർമുലയാണ്. ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഷോട്ട് ഹിറ്റാണ്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് മലയാളമൊക്കെ പറയാനായിട്ട് നമ്മുടെ വളരെ കട്ടിയായിട്ടുള്ള കവിതകൾ പറയാൻ ഞാൻ നോക്കിയിട്ട് പ്രചോദനത്തിന് പറ്റും. പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ലാൽ സാറാണ്. ഇപ്പൊ ചക്ഷുസ്രവണ കളസ്തമാം ദർദുരം എന്നൊക്കെ പറയുന്ന വരികൾ നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു. അത് പറയാൻ ലാൽ സാർ വരാണ്. അദ്ദേഹം 2 ട്രൈ ചെയ്യുള്ളൂ, ക്ഷമിക്കുക.
ചക്ഷുശ്രവണകളസ്തമാന്തരത്തുരം ഭക്ഷണദ്രാവേശിക്കും പോലെ കോപ്പ് രാത്രി മുഴുവൻ ചക്കിളി കളിക്കാതിരുന്ന് പഠിച്ചിട്ട് വന്നിട്ട് മനസ്സിലാവുന്നുണ്ട് പുള്ളി ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ചക്ഷുശ്രവണകളസ്തമാന്തരത്തുരം ഭക്ഷണദ്രാവേശിക്കും പോലെ കാലാഹിരകളോകസ്തമം ലോകമും ധാരാളം കറക്റ്റ് സ്മാർട്ട് ബോയ്സ്. ഒരു രക്ഷയില്ല, അടിപൊളി അടിപൊളി. അടുത്തത് ഞാൻ എക്സാം ഹാളിൽ നമ്മൾ ഷാറൂഖ് ഖാനെ കൊണ്ടുവരാണ്. ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ചക് ദേ ഇന്ത്യയിലെ ആ 70 മിനിറ്റ് ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ ക്ലൈമാക്സിൽ പറയുന്നത്, ആ സാധനം എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ ആയിട്ട് ഷാറൂഖ് ഖാൻ വരുവാണ്. അപ്പോൾ ലാസ്റ്റ് 10 മിനിറ്റ് പിള്ളേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഷാറൂഖ് ഖാൻ വന്നിട്ട് 10 മിനിറ്റ് है तुम्हारे पास तुम्हारी परीक्षा की लास्ट 10 मिनट. इस 10 मिनट में നിങ്ങൾ കോപ്പി അടിക്കൂ ഇല്ലയോ, തൊണ്ടു വെക്കൂ ഇല്ലയോ, പക്ഷെ ഈ 10 മിനിറ്റ് ഒറ്റ ആൾ പോലും ടോയിൻ കട്ടാതെ എഴുതരുത്. ക്യോंकि इसके बाद आने वाले 10 मिनट में ഒറ്റ സെക്കൻഡ് പോലും തരില്ല, ഒറ്റ സെക്കൻഡ് പോലും. അപ്പോൾ ഈ ഷാറുഖ് ഖാൻ ഇൻവിജിലേറ്റർ ആയിട്ടൊക്കെ വന്നിട്ട് തുണ്ട് ബിറ്റ് കൊണ്ടുവന്ന പൊക്കിയത് നമ്മുടെ ബിനു പപ്പുവാന്ന് വിചാരിക്കാം. നടക്കൂല, തരൂല, കിട്ടൂല, നാലാട്ടിന്ന് ശീലിച്ചു പോയി കഴിവേറി. അപ്പോൾ ബിനു പപ്പു ഇങ്ങനെ പ്രതികരിച്ചെങ്കിൽ നമ്മുടെ മുരളി ഗോപി സാറ് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും ഇതിന് റെസ്പോണ്ട് ചെയ്യുക. പുള്ളി മാന്യനായിട്ടിരിക്കുമായിരുന്നു, ആരോ തൊണ്ട് വലിച്ചെറിഞ്ഞു പുള്ളിയുടെ പുറത്തോട്ട്. അപ്പം മുരളി ഗോപി എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. ലെറ്റ് മീ ടെൽ യു സംതിങ് ഫ്രണ്ട് ടു ഫ്രണ്ട്. യാതൊരുവിധ സിസ്റ്റമിക് നോട്ടിഫിക്കേഷൻ കൂടാതെ അവർ എൻ്റെ പുറത്തോട്ട് തൊണ്ടെറിഞ്ഞു. താങ്ക്സ് ടു ഓൾ ഓഫ് us. 80% ഓഫ് ദ തൊണ്ട് വയ്ക്കുന്ന പീപ്പിൾ ഇൻ ദിസ് കൺട്രി ആർ നോട്ട് ഗെറ്റിംഗ് പണിഷ്ഡ്. Thanks to all of us. Those people are the classic criminal and is scot free now. Thank you. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുന്നത് നമ്മുടെ അച്ഛനായിട്ട് വരുന്നത് ജഗദീഷ് ഏട്ടനാണെന്ന് വിചാരിക്കുക. പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി മുട്ടയായിരുന്നു എനിക്ക് കൂടുതൽ. അപ്പം അതിനകത്ത് ജഗദീഷ് ഏട്ടനാണ് അച്ഛനായിട്ട് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവരും HSME ഈ ഒരു സാധനം കാണിക്കുന്നത്. ഞാൻ പക്ഷേ ഫാലിമി അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു വേറൊരു മോഡുലേഷൻ പഠിക്കാൻ നോക്കാം. നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കാശുണ്ടാക്കാനും പറ്റി. എനിക്കൊക്കെ വേണമെങ്കിൽ നീയൊക്കെ പഠിക്കും. ഈ ഒരു മോഡുലേഷനിലാണ് അദ്ദേഹം ജഗദീഷ് ചേട്ടനാണെങ്കിൽ സംസാരിക്കുക. എനിക്ക് ആ ഡയലോഗ്സ് മറന്നുപോയി, ബട്ട് ഈ ഒരു മോഡുലേഷനാണ് പഠിക്കുക. ഇനി നമ്മൾ അവസാനം നമ്മളൊരു ക്ലാസ്സിൻ്റെ ഒരു പോസിറ്റീവ് എൻഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ കമൽ സാർ അദ്ദേഹം ഡ്രഗ് ഫ്രീ സൊസൈറ്റിയെ പറ്റി സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. We need drug free society. இந்த ட்ரக்கோட எஃபெக்ட் என்ன தெரியுமா? நேற்று வெத்தலை பாக்கு புகையில் அதோட பார்டர் வருஷம் நினச்சிட்டு இருக்கிறீங்களா? நோ, இப்படியே போயிடுச்சுன்னா குரங்கா மாறிடும் சார். குரங்குன்னு என்ன தெரியும்? மல்டிப்ளை, ப்ரோலிஃபரேட். அக்கா தெரியாது, அம்மா தெரியாது, தங்கச்சியும் தெரியாது. താങ്ക് യു. അപ്പോൾ അതായിരുന്നു എൻ്റെ ആ ഒരു സെഗ്മെന്റ്. എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാനിവിടെ സമയം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം. അതായത് ഈ ദിഗംബറിനായിട്ട് മനോജ് കെ ജയനാണ് നമ്മുടെ ഒരു കൾട്ട് സാധനമാണ്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ബൈജു ചേട്ടൻ തിരുവനന്തപുരം സ്റ്റൈലിൽ ചെയ്താണെങ്കിൽ ഈ സാധനം ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കൊതി വന്നിട്ടാണ് ഞാൻ ഇതിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദിഗംബറിനായിട്ട് മനോജ് കെ ജയൻ ആണത്. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും 18 ഇടവോളം പഠിക്കാത്ത കളരിക്കൽ ചെമ്പ, എന്താണ് നിനക്ക് വേണ്ടത്? നിന്റെ അഭ്യാസങ്ങളും ആ പുറകളും ഒന്നും എനിക്കറിയില്ല, എന്നെ വെറുതെ വിട്ടുകൂടെ? ഈ ഒരു സ്റ്റൈലായിരിക്കും നമ്മുടെ മനോജ് കെ ജയൻ അദ്ദേഹം വന്ന് പറഞ്ഞിട്ട് പോവാ. ഇതേ സാധനം ബൈജു എന്ന് പറയാം തിരുവനന്തപുരം സ്റ്റൈലിൽ പറയും, ഡേയ് നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും 18 ഇടവോളം പഠിക്കാത്ത കളരിക്കൽ ചെമ്പ, നീ ഒരു മഹാപേടാനിടേ, എന്തിനാണ് നിനക്ക് വേണ്ടത്? സ്വന്തം കാര്യങ്ങളിൽ ഒതുക്കി കഴിയുന്ന ഒരു സാത്വികനാണ് ഞാൻ, എന്നോട് മുട ഇറക്കില്ല കേട്ടാ. ഹൃദയരേഖ 1000 രേഖ, 1000 രേഖയ്ക്ക് എന്തരോ ഒരു കുഴപ്പം. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യാൻ കൊണ്ടുവന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനി ഞാൻ പോകുന്നതിന് മുന്നേ പൃഥ്വിരാജിന്റെ ഒരു സോങ് ആക്ച്വലി ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഉറുമി സോങ്. ഈ പാട്ട് പാടിയത് ജോബ് കുര്യനാണ്. ഞാൻ ഓർത്തു ഈ പാട്ട് പൃഥ്വിരാജ് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ശ്രമിക്കുകയാണ് ഇവിടെ. ഒത്തുപിടിക്കുന്നതാറാന്നേ, തീയാടാൻ തിറയാറാൻ മാണിക്കാവിൽ ഉറഞ്ഞാടാൻ, ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ നേരാന്നേ ഊട്ടിന് വന്നതവനാണ്, മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പിടിച്ചൊരു മണ്ണാണ്, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ്, നിറപരതര നിറയട്ടെ തന്തിര തന്താനോ, കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറപരയറ നിറയട്ടെ തന്തിര തന്താനോ.
ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാൻ. അടിപൊളി അടിപൊളി. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു അവസരം എനിക്ക് ഫ്ലവേഴ്സ് ചാനലിൽ ചെയ്യാൻ പറ്റി. എൻ്റെ പ്രിയപ്പെട്ട ജഡ്ജസിന് മുന്നിൽ എനിക്ക് ചെയ്യാൻ പറ്റി. സോ വളരെയധികം സന്തോഷം. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. അജി മോനെ ഭയങ്കര അഭിമാനം തോന്നണ്ട. കാരണം ഈ ഒരാളൊന്നും അല്ലായിരുന്നു ഇവിടെ കോമഡി സെറ്റിൽ വരുമ്പോ, ഒരു ചെറിയ ഒരാളായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വളർന്ന് പന്തലിച്ചെന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ ഇപ്പൊ ഫിസിക്കലായിട്ടും വലുതായി. അതുപോലെ തന്നെ പുള്ളി നേരത്തെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള പെർഫോമൻസും വലുതായി. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, ജഗദീഷ് ഏട്ടൻ്റെ ശബ്ദം നമ്മൾ നേരത്തെ ഇത് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടേണ്ട, പക്ഷെ അതങ്ങോട്ട് കൊതിപ്പിച്ച് നിർത്തി കളഞ്ഞിട്ടാ. ഒരു 2 വരിയും കൂടി ഉണ്ടാവുമെന്ന് കരുതി. അത്രക്ക് മനോഹരമായിരുന്നു ജഗദീഷ് ഏട്ടൻ. ബാക്കിയെല്ലാം കൂടെ ഉഗ്രനായിരുന്നിട്ടാ. നമ്മൾ കേട്ട് കൊതിച്ചിരുന്നപ്പോഴൊക്കെ നിർത്തി കളഞ്ഞത്. അത് ഡയലോഗ് അത്ര ഉള്ളത്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനിവൺ എനി ടൈം. ഓക്കെ. എന്തായാലും നീ പറഞ്ഞു തന്നെ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഗംഭീരം എന്ന് പറയാനൊന്നുമില്ല, നീ ഗംഭീരം തന്നെയാണത്. കാരണം നമുക്ക് എല്ലാ ദിവസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഗംഭീരം. അജി, എന്തായാലും ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ച ആശയത്തിന് ഒരു ഉഗ്രം കൈയടിയാകും തരികയാണ് കേട്ടോ. കാരണം തീർച്ചയായിട്ടും കാര്യം നമുക്ക് ഇപ്പം അജി കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞ പോലെ അജി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് കുറേ സാധനം ചെയ്യുമ്പോൾ നമ്മൾ അതിശയിച്ച് പോയിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ആൾക്കാർ നോട്ടീസ് ചെയ്തതിന് ഒത്തിരി ഫോളോവേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അജി അന്നിവിടെ വന്നിട്ട് പോയ ആളല്ലേ, പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് അജി ഫ്ലോറിൽ വരുന്നു. ചെയ്യുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അജി ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാം മനോജ് കേജനൊക്കെ ഇത്രയും പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാര്യം ഇന്ദ്രജിത്ത് ഒരു രക്ഷയില്ല, മുരളി ഗോപിച്ചൻ എല്ലാവരും. അത് നമുക്കെന്നറിയോ, അത് ഒരു താളം നിങ്ങളിലേക്ക് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിങ്ങനെ പോയാൽ മതി. കാര്യം ഏത് സ്റ്റാർസിനെയും ഇപ്പം മഹേഷ് കുഞ്ഞുമാനൊക്കെ ചെയ്യുന്ന പോലെ ഏത് സ്റ്റാർസിനെയും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഷോസ് കിട്ടട്ടെ. എന്താ പറയുന്നത്, അജി ജെറോം എന്ന് പറയുന്ന പേര് മലയാളികൾക്കിടയിൽ ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കലാകാരനായി വളരട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. അല്ല, എനിക്ക് അത്ഭുതമാണ് കേട്ടോ. കാര്യം പണ്ടത്തെ ആ ഒരു രീതികളല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞ വെടിയും പുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഷോയുടെ പേര് പോലെ ഇത് ഐറ്റം വേറെ എന്ന പേര് പോലെയാണ് ഇത് ഐറ്റം ഒന്ന് വേറെ തന്നെ. ഗംഭീരമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അടിപൊളി. അപ്പം ചേട്ടാ ഒരുപാട് സന്തോഷം വന്ന് നല്ല കിടിലൻ പെർഫോമൻസുകൾ നമുക്ക് കാഴ്ചവെച്ച് തന്നതിന്. എല്ലാം ജഡ്ജസ് പറഞ്ഞ പോലെ വെറൈറ്റി പെർഫോമൻസുകളായിരുന്നു. ഇനിയും നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് തിരിച്ചു വരിക. സോ മച്ച്. ആൻഡ് നല്ലൊരു വെട്ടിച്ചൊരു പെർഫോമൻസ് ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം കേട്ടോ. ബൈ. അങ്ങനെ വളരെ കിടുക്കാച്ചിയായിട്ടുള്ള മറ്റൊരു എപ്പിസോഡും കൂടെ ഇവിടെ കഴിയുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കണ്ട സ്കിറ്റുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസപ്പ് തന്നെ, ഒരു കൈഡി തന്നെ. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ. അപ്പം ഒരുപാട് നല്ല സ്കിറ്റുകൾ കണ്ട് നിങ്ങളും ചിരിച്ചു, ഞങ്ങളും ചിരിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിക്ക് ഇതാ ഇവിടെ കർട്ടൻസ് ഡൗൺ ആവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.